بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും. ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എല്ലാ വശങ്ങളും അതിൻ്റെതായ രീതിയിൽ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് അവൻ ശരിക്കുമുള്ള ഇസ്ലാമും മുസ്ലിമായി തീരുന്നുള്ളൂ. ഈ ഖുർആനിലെ എല്ലാം എല്ലാവർക്കും ഉള്ളതല്ല. ആർക്ക് എന്താണ് കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഉള്ള എല്ലാവർക്കും ഉള്ളതല്ല ആത്മീയത. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൻ്റെ കൽപ്പന പൂർത്തീകരിക്കുന്നത് ഇമാം അലി റളിയല്ലാഹുവിലൂടെയാണ്. അങ്ങനെ അദ്ദേഹം അത് നിറവേറ്റുന്നുണ്ട്, അതിൻ്റെ അർഹർക്ക് അത് വിളമ്പിക്കൊടുക്കുന്നുണ്ട്. പക്ഷേ അതോടുകൂടി ഖുർആന്റെ പരിപൂർണമായ ആശയങ്ങൾ പൂർത്തിയാക്കപ്പെടുന്നില്ല. അത് വരാൻ പോകുന്ന കാലങ്ങളിലേക്കും അതിൻ്റെതായ അർഹർക്ക് എത്തിക്കേണ്ടതുണ്ട്. അതിലുപരിയായിക്കൊണ്ടുള്ള ആശയങ്ങൾ എത്തേണ്ടതുണ്ട്. അങ്ങനെ ആ ആശയങ്ങളാണ് അള്ളാഹുവിൻ്റെ റസൂല് പല ഔലിയാക്കളിലൂടെയും വിശദീകരിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അവസാനം അത് ഇമാം മഹ്ദി അലൈഹി ഇസ്ലാമിൽ എത്തുകയും പിന്നീട് ഇമാം മഹ്ദി അലൈഹി ഇസ്ലാമിന്റെ നാവിലൂടെയും ഒരുപാട് ഇൽമുകൾ പുറത്തേക്ക് വരാനുണ്ട്. അതും ഖുർആനിന്റെ ആശയങ്ങൾ തന്നെയാണ്, ഖുർആൻ തന്നെയാണ്. അതിൽ ചിലത് ഇമാം മഹ്ദിയിലൂടെ മാത്രമേ പുറത്തു വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഇമാം മഹ്ദി ചെയ്യുന്ന ഹദീസിന്റെ തഫ്സീർ ആശയങ്ങൾ അതും ഈ ആജ്ഞയിൽ ഉൾപ്പെടുന്നുണ്ട്. അത് വലിയൊരു ദൗത്യമാണ്. അള്ളാഹുവിന്റെ ഖുർആനിന് അതിന്റെ അർത്ഥങ്ങൾക്ക് ആശയങ്ങൾക്ക് അറ്റമില്ല എന്ന് പറയുമ്പോൾ അതിന്റെ ശരിയായ അർത്ഥം ഇങ്ങനെയാണ്. അള്ളാഹിന്റെ ഔലിയാക്കള് വിശദീകരിക്കുന്ന ഖുർആൻ ആശയങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ തന്നെയാണ് വിശദീകരിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ഒരു ലതായിഫ് ഉണ്ട്, ലതായിഫുൽ അഖ്ഫ എന്ന് പറയും. ഈ അഖ്ഫയുടെ ബന്ധം നാവിനോടാണ്. അതിന് ആന്തരികമായ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ ബാഹ്യമായ ഫംഗ്ഷൻ ഉണ്ട്. ബാഹ്യമായി നാവിനെ ചലിപ്പിക്കാൻ സാധിപ്പിക്കുന്ന ഒരു ആത്മാവാണ് ലതായിഫുൽ അഖ്ഫ. ഇമാം മഹ്ദിയിലുള്ള ലതായിഫുൽ അഖ്ഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലതായിഫാണ്. അതുകൊണ്ട് ആ വായിൽ നിന്ന് വരുന്ന എല്ലാ മൊഴിമുത്തുകളും കാര്യങ്ങളും എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ ആഗ്രഹിക്കുന്നതും പറയുന്നതുമാണ്. ഇത് വലിയൊരു ബന്ധമുണ്ട്. ആത്മീയത പഠിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഖുർആൻ തന്നെയാണ് ഇമാം മഹ്ദി അലൈഹി ഇസ്ലാം പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ ബാക്കി വെച്ച പല കാര്യങ്ങളുമാണ് അദ്ദേഹത്തിന്റെ നാവിലൂടെ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ ഒരു ആയത്തിന്റെ തഫ്സീറാണ്. താങ്കളെ ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റണം. ഖുർആന്റെ ആന്തരികമായ വശവും ബാഹ്യമായ വശവും ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം. അങ്ങനെ ചെയ്തില്ല എങ്കിൽ താങ്കളുടെ ദൗത്യം നിറവേറ്റിയിട്ടില്ല. അപ്പോൾ ഒന്നുകിൽ അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം, അല്ല എങ്കിൽ പറഞ്ഞു കൊടുക്കുന്നവന്റെ പേര് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തൊട്ടടുത്ത് നിൽക്കുന്ന അലി റളിയല്ലാഹുവിന്റെ പേര് പറഞ്ഞു കൊടുക്കുന്നു. പിന്നീട് അലി റളിയല്ലാഹുവിനെയും അതേപോലെ തന്നെ അടുത്ത ആളുടെ വിഷയത്തിലേക്കും കാര്യങ്ങളിലേക്കും സൂചിപ്പിച്ചുകൊണ്ട് അവിടുത്തെ മുരീദന്മാരോട് പറഞ്ഞു കൊടുത്തിരിക്കണം. അങ്ങനെ ആ റൂട്ടിലൂടെയാണ് ദീന് പോകുന്നത്, ഖുർആൻ പോകുന്നത്, ഖുർആന്റെ ആശയങ്ങൾ ഗ്രഹിക്കേണ്ടത്. അതല്ലാത്ത മറ്റു വല്ലതിൽ നിന്നും ഖുർആൻ ഗ്രഹിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൽ പരിപൂർണത ഉണ്ടാവില്ല, തെറ്റുകൾ സംഭവിക്കാം. അലിയുള്ളാഹുവിനെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ദീൻ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, ഖുർആൻ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മുക്കമ്മിലാവൂല, അത് പരിപൂർണമാവൂല, അത് ദീനേ ആവൂല. ഇതെല്ലാം ഇതിൻ്റെതായ ഗൗരവത്തിൽ കേട്ട് മനസ്സിലാക്കിയ ആളുകൾക്കല്ലാതെ ഈ വിഷയങ്ങൾ ദഹിക്കൂല. അപ്പൊ അത്തരം ആശയങ്ങൾ ഗ്രഹിച്ചു വെച്ച ഒരുപാട് സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ ഇടയിലുണ്ട്. ഹസ്രത്ത് സയ്യിദ് റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു, അബൂദർ ഗഫാരി റളിയല്ലാഹു അൻഹു തുടങ്ങിയ ആളുകളൊക്കെ അക്കൂട്ടത്തിൽപ്പെട്ടവരാണ്. ഈ പറഞ്ഞ കൂട്ടക്കാര് അതേപോലുള്ള മറ്റ് സഹാബത്ത് പറഞ്ഞ പല ആത്മജ്ഞാനങ്ങളും അത് പിൽക്കാലത്തെ കേൾക്കുന്ന റിപ്പോർട്ട് ചെയ്യുന്ന മഹാന്മാർ ആ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസുകൾ ചില ചുരുക്കം വ്യക്തികളിൽ നിന്ന് കേട്ട കാരണം കൊണ്ട് അത് ലൈഫാക്കി കളഞ്ഞു, ദീനിന്റെ ഭാഗമല്ലാതാക്കി മനസ്സിലാക്കി. അതല്ലാതെ അത് ദീനിൽ അത്യാവശ്യമായ ഒന്നല്ലാത്തതിന്റെ പേരിലല്ല. ഇതിങ്ങനെയൊക്കെ ആണെങ്കിലും അള്ളാഹു നിശ്ചയിച്ച ആളുകൾക്ക് അത് ഏത് കാലക്കാരനാണെങ്കിലും ഏത് ദേശക്കാരനാണെങ്കിലും അവനിലേക്ക് എത്തുക തന്നെ ചെയ്യും. കാരണം അത് അവരവകാശപ്പെട്ടതാണ്. അവകാശികൾക്ക് അതെത്തും, അവരത് മനസ്സിലാക്കും. അതിന് പ്രത്യേകിച്ച് ഇൽമിന്റെ ആവശ്യമൊന്നുമില്ല. അവരെ വിധി അള്ളാഹുവിന്റെ ഖുർആൻ വിശദീകരിക്കുന്ന ഒരു വലിയിലേക്ക് അവരെത്തിക്കുകയും അവർക്കത് ബോധ്യപ്പെടുകയും ചെയ്യും. കാരണം അവരുടെ ഉള്ളിൽ അത് സ്വീകരിക്കാനുള്ള ഒരു സജ്ജീകരണം അള്ളാഹു തആല വെച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ നൂറുമായിട്ട് നടക്കുന്ന ഔലിയാക്കള് അവരുടെ മുമ്പിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നൂറിനെ അവർ മനസ്സിലാക്കും, ഈ നൂറിനെ ഇവർ മനസ്സിലാക്കും. അത് തമ്മിൽ ബന്ധം വരും, അതിലേക്ക് ആകർഷണം വരും. അതോടുകൂടി അവരും ആ കുടുംബത്തിലെ അംഗമാവും.
പിന്നീട് അവർക്ക് ഇൽമ നൽകപ്പെടും. ആ ഇൽമ കൊണ്ട് അവർ ഈമാനെ വർദ്ധിച്ചുകൊടുക്കും. ഈമാൻ വർദ്ധിക്കും തോറും ആ നൂറ് വർദ്ധിക്കും തോറും ആ നൂറ് കൊണ്ട് അവർക്ക് സത്യവും മിഥ്യവും വേർതിരിച്ചറിയാൻ സാധിക്കും. അവരെ ഉള്ളിലേക്ക് തോന്നപ്പെടും. ഒരുപക്ഷെ അവരെ തലച്ചോറ്, അവരെ ബുദ്ധി വഴികേടരായ ആളുകളിലേക്ക് ചാഞ്ഞു പോകുന്നുണ്ടെങ്കിലും അവരെ കൽബ് അതിനെ സമ്മതിക്കൂല. അവരെ കൽബ് അവരിലേക്ക് ചായുന്നതിൽ നിന്നും ചെയ്യുന്നതിൽ നിന്നും അവരെ തടയും. ഈ വിഷയത്തിൽ 100 അതിൻ്റെതായ ധർമ്മം നിർവഹിക്കും. അത് അള്ളാഹുവിന്റെ വിധിക്ക് അനുകൂലമായിക്കൊണ്ട് സത്യത്തിൽ അടിയുറച്ചു നിൽക്കാൻ വേണ്ടി അവരെ സഹായിക്കും. ഈ 100 വർദ്ധിച്ചിട്ടാണ് അവരെ കണ്ണിനും കാതിനും മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും ശക്തി വർദ്ധിക്കുന്നത്. പിന്നീട് അത് വെച്ചുകൊണ്ട് അവർക്ക് കാര്യങ്ങൾ എളുപ്പമായി തീരും. അവർ കണ്ണിലേക്കാണെങ്കിൽ കയറുന്നത് അള്ളാഹുവിൻ്റെതായ 100 അള്ളാഹുവിൻ്റെതായ 100 കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനു മുമ്പിൽ ഒന്നും ദൃശ്യമായതുണ്ടാവില്ല. അവരെ കാതിനൊന്നും കേൾക്കാത്തതായിട്ടൊന്നും ഉണ്ടാവില്ല. അവരെ ബുദ്ധിക്ക് ഒന്നും മനസ്സിലാകാത്തതായിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്കുള്ള യാത്രയാണ് പിന്നീട് അവർക്ക് ഉണ്ടാവുക. അവനെ കൽബിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ നാമത്തിന്റെ പ്രകാശത്തിന്റെ തോതനുസരിച്ച് ആ യാത്രക്ക് വേഗത കൂടിക്കൊണ്ടിരിക്കും. അതേപോലെ അവരിലേക്ക് 100ന്റെ ഗോളമായ അവരെ ഷെയ്ഖ് നോക്കുന്ന നോട്ടത്തിൽ നിന്നും അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വർദ്ധിച്ച തോതിലുള്ള ആ പ്രകാശം കൊണ്ടും അവരെ യാത്ര വളരെ ഫാസ്റ്റ് ആയിരിക്കും. അത് അവരുടെ ഷെയ്ഖ് എത്രമാത്രം വലുതാണോ, എത്രമാത്രം മഹത്വമുള്ളവനാണോ, എത്രമാത്രം 100ഉള്ളവനാണോ എന്നതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അവനും ഷെയ്ഖ് ഉണ്ട്, ഇതരനും ഷെയ്ഖ് ഉണ്ട്. അവനും പോകുന്ന വഴി ഇതരം പോകുന്ന വഴിയും ഒരേ വഴിയാണ്. അവൻ ചെയ്യുന്ന കാര്യങ്ങളും മറ്റവൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്നാണ്. അവരുടെ പ്രയത്നങ്ങളും ഒന്നാണ്. എന്നിരുന്നാലും അവരെ ഷെയ്ഖന്മാര് വ്യത്യസ്തമാണ്. അതിന്റെ പേരിൽ തന്നെ അവരെ യാത്രയുടെ വേഗതയും വ്യത്യാസമായിരിക്കും. ഷെയ്ഖുൽ കാമിലുണ്ട്, ഷെയ്ഖുൽ അക്മലുണ്ട്, മുഖമ്മലുണ്ട്. ഇതിനനുസരിച്ചൊക്കെ മുരീദിന് കിട്ടുന്ന കാര്യങ്ങളിലും അവന്റെ യാത്രയുടെ വേഗതയിലൊക്കെ വ്യത്യാസങ്ങളുണ്ടായിരിക്കും. അല്ലാതെ എല്ലാ ഷെയ്ഖന്മാരും ഒരേപോലെയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുരീദന്മാർക്ക് ഉണ്ടാവുന്ന അവസ്ഥയും മറ്റ് ഏതെങ്കിലും ഷെയ്ഖന്മാരെ മുരീദന്മാർക്ക് ഉണ്ടാവുന്ന അവസ്ഥയും ഒരുപാട് അന്തരങ്ങളുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ആത്മീയതയിൽ നമുക്ക് മനസ്സിലാക്കി വെക്കാനുണ്ട്. കാലഘട്ടം മുന്നോട്ട് പോകുന്തോറും ജനങ്ങൾ മോശമായി കൊണ്ടിരിക്കും. ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറ്റാണ്ടാണ്. പിന്നീട് അതിനടുത്ത നൂറ്റാണ്ടാണ്. പിന്നീട് അതിനടുത്ത നൂറ്റാണ്ടാണ്. ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മെസ്സേജ് സ്വീകരിച്ച ആളുകൾ അതിന് പവർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ സ്വീകരിക്കാത്ത ആളുകളാണ് മോശമായി കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു ഇൽമ് അല്ലെങ്കിൽ ഈമാന് അത് അല്ലാഹു തആല കൊടുക്കുന്ന, അത് സ്വീകരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം മുന്നോട്ട് പോകുന്തോറും അതിന്റെ എണ്ണം കുറയുന്നുണ്ട്. പക്ഷെ ഉള്ള ആ ഒരു കാര്യം കുറച്ച് ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അതിന് പവർ കൂടെ ചെയ്യുന്നത്. എന്നാൽ സ്വീകരിക്കാത്തവർക്കാണ് ഈ ഹദീസ് ഫിറ്റ് ആവുന്നത്. അവരെ കുറിച്ച് റസൂലുള്ളാഹി പറയുന്നത്. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അസ്സലാമു അലൈക്കും.